ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹൻ സാറ്, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുനിൽ സി എബ്രഹാം, ഡോക്ടർ റോബിൻ പി മാത്യു, ശ്രീ ഡെറിൻ രാജു, ജോയിസ് തോട്ടയ്ക്കാട്, ഷെറിയം പാറേട്ട്, സന്തോഷം സാം, സഭയുടെ ഭരണഘടനാ ശില്പികളായിട്ടുള്ള അൽമായ നേതാക്കന്മാരുടെ പിന്തലമുറയിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അൽമായ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം സഭയിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നടന്നതായിട്ട് കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് സഭയിലെ അൽമായ നേതാക്കന്മാരെ അനുസ്മരിക്കുവാനും അവരുടെ പിൻതലമുറയെ ആദരിക്കുവാനും ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അനുമോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 1934 ഭരണഘടനയുടെ അത് രൂപീകരിക്കാനായിട്ട് കൂടിയ ആ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. കാരണം ഇവിടെ അധ്യക്ഷനായിട്ട് ജസ്റ്റിസ് ഉണ്ട്, ഓരോ ഭരണഘടനാ കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ പ്രതിനിധികളെ നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് കോട്ടയത്തെ പഴയ സെമിനാരിയിൽ അന്ന് കൂടിയ ആ സമ്മേളനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സമ്മേളനം പോലെ ഈ അൽമായ വേദിയുടെ സമ്മേളനം അനുഭവപ്പെടുകയാണ്. നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ അൽമായർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സഭാചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. സഭയിൽ ഏതെങ്കിലും നിലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പ്രാസംഗികൻ സഭയുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അത് കത്തോലിക്കാ സഭയുടെ ഒരു സങ്കല്പമാണ്. സഭ എന്താണ് എന്നുള്ളതിന്റെ ഒരു നിർവചനമായിട്ട് അദ്ദേഹം പറഞ്ഞത് മെത്രാൻ ഇരിക്കുന്നിടമാണ് സഭ. അത് കത്തോലിക്കാ സഭയുടെ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കാ സഭയുടെ ഒരു ചിന്താഗതിയാണ്. പണ്ട് മുതലേ സഭയുടെ നിർവചനം, പല നിർവചനങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിലൊന്നാണ് മെത്രാൻ ഇരിക്കുന്നിടം ആണ് സഭ എന്നുള്ളത്. പക്ഷേ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ ആ ഒരു കാഴ്ചപ്പാടല്ല ഉള്ളത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ മെത്രാനും വൈദികരും അൽമായരും എല്ലാവരും കൂടി ചേർന്നതാണ് സഭ എന്ന് പറയുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഔദ്യോഗികമായിട്ട് മലങ്കര അസോസിയേഷനൊക്കെ 1876 ഫോം ചെയ്യപ്പെടുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അൽമായർക്ക് പ്രാതിനിധ്യമുള്ള മലങ്കര പള്ളിയോഗങ്ങൾ ഉണ്ടായിരുന്നു. ആ പള്ളിയോഗങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് പിന്നീട് ഒരു നിയമസംഹിത എന്നുള്ള രൂപത്തിൽ 1876 സഭയ്ക്ക് ഒരു നിയമസംഹിതയും അതിന് അസോസിയേഷനും മാനേജിംഗ് കമ്മിറ്റിയും ഒരു ഭരണ സംവിധാനവും പിന്നീട് 1934 ഭരണഘടനയും ഒക്കെ രൂപീകരിക്കപ്പെട്ടത്. അപ്പം അത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല, അത് ചരിത്രത്തിന്റെ ആനുപൂർവികതയിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയുടെ വിധികളിൽ 1934 ഭരണഘടന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭരണഘടനയാണെന്നൊക്കെ
അവകാശപ്പെടുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിനു മുമ്പേ ഭരണഘടന ഉണ്ടായിട്ടുണ്ട് പല പ്രസ്ഥാനങ്ങൾക്കും. ഇപ്പം SNDP യോഗത്തിന്റെ ഭരണഘടന 1903 തോന്നുന്നു. 1903 NSSന്റെ ഭരണഘടന 1914 മറ്റോ NSSന്റെ ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. നമ്മുടേത് 1934 പോലും അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലുള്ള 1876 ഒരു നിയമ സംഹിതയും അതിനു മുമ്പ് ഓരോ സമ്മേളനങ്ങളും സമ്മേളനങ്ങളിൽ രൂപീകരിക്കപ്പെട്ട സംഹിതകളും നിയമസംഹിതകളും ഒക്കെ ഉണ്ട്. പക്ഷെ 1934 ഭരണഘടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് അതിനു മുമ്പുള്ള പല ഭരണഘടനയും നമ്മുടെ വിശ്വാസാചാരങ്ങളും ഭരണവും കൂടി സംയോജിക്കപ്പെട്ട് വന്നിരുന്നെങ്കിൽ 1934 ഭരണഘടനയിൽ എത്തുമ്പോൾ അത് സഭയുടെ കാനൂനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, അത് സഭയുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. മറ്റേ ഹുദായ കാനൂനുമൊക്കെ അത് സഭയുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതിനെയൊക്കെ നിർവചിക്കുന്ന കാനൂനുകൾ വേറെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ കൂടുതലായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് പിന്നാലെ ഇവിടെ സംസാരിക്കുന്ന ഡെറിനും അതുപോലെ തന്നെ ജോയ്സും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ്. ഞാനിവിടെ ഒരു കാര്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അൽമായരുടെ നേതൃത്വത്തിലാണ് സഭയിൽ പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ സിറിയൻ സ്റ്റുഡന്റ് കോൺഫറൻസ് 1907 അത് അൽമായരുടെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുപോലെ പൗരസ്ത്യ സുവിശേഷ സമാജം 1925, അതുപോലെ മർത്തമറിയം സമാജം 1928, സൺഡേ സ്കൂൾ പ്രസ്ഥാനം 1931. ഇതിലൊക്കെ അൽമായരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാലത്ത് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ അൽമായരുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇപ്പോ അത് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വൈദികനെ നിയമിക്കുന്ന ഒരു രീതിയൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ സഭയുടെ ആദിമകാലം മുതൽ തന്നെ മാത്രമല്ല ആധുനിക കാലത്തും അൽമായരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അൽമായരുടെ സേവനം സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭ നിലനിന്ന് പോകുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സഭാ ഭരണഘടന രൂപീകരിക്കുവാനായിട്ട് കൂടിയ ആ സമിതിയിൽ അംഗങ്ങളായിരുന്ന സഭാ നേതാക്കന്മാരെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ തന്നെ നമ്മുടെ മീറ്റിംഗ് ഒത്തിരി വൈകിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇനിയും സംസാരിക്കാനായിട്ട് ആളുകളുണ്ട്. അതുകൊണ്ട് എന്നോട് അരമണിക്കൂർ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല. മാത്രവുമല്ല ആ 16 പേരെ കുറിച്ചും സംസാരിക്കാനായിട്ട് ഉള്ള സമയവും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അൽമായ നേതാക്കന്മാരായിട്ടുള്ള കുറച്ച് ആളുകളെ 5-6 പേരെ കുറിച്ച് മാത്രം ഒന്ന് സംസാരിക്കാനായിട്ടാണ് ഞാനിവിടെ മുതിരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പ്രസിഡന്റ് ഇവിടെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇവിടെ പറയുകയുണ്ടായി. ആ 16 പേരുടെയും പേരുകളും അവരുടെ പശ്ചാത്തലമൊക്കെ അദ്ദേഹം ഇവിടെ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ, അതുപോലെ കന്നുകുഴിയിൽ കുരുവിള എഞ്ചിനീയർ, KC മാമൻ മാപ്പിള, റാവു സാഹിബ് OM ചെറിയാൻ, MA ചാക്കോ, AM വർക്കി, KC ചാക്കോ, ജേക്കബ് കുര്യൻ മാവേലിക്കര, റാവു സാഹിബ്, ഡോക്ടർ വർഗീസ് ചീരൻ, ഇങ്ങനെയുള്ള ഒത്തിരി സഭാ നേതാക്കന്മാർ ആ കാലഘട്ടത്തിലുണ്ട്. ഞാൻ സഭാ ഭരണഘടന രൂപീകരിച്ച ആളുകളെ കുറിച്ച് മാത്രമല്ല മറ്റു ചില പേരുകളും കൂടി ഇവിടെ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അക്കാലത്ത് സഭയ്ക്ക് നേതൃത്വം നൽകിയ മറ്റു ചില അൽമായരുടെയും പേരുകൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇലഞ്ഞിക്കൽ ജോൺ വക്കീലിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരുപക്ഷെ ഭരണഘടനാ രൂപീകരണ സമയത്ത് സഭയിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒരു നിയമജ്ഞൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സമുദായ സംഘടനയിലും ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച
ഇ.ജെ. ജോൺ വക്കീൽ. ആ ഇലഞ്ഞിക്കൽ കുടുംബത്തെ തന്നെ നമുക്ക് അറിയാം. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് തന്നെ സഭയിൽ സഭാ നേതൃത്വത്തിൽ ഉള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ടാണ് ജോൺ വക്കീൽ സഭാ സേവനത്തിലേക്ക് വരുന്നത്. അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. അതുപോലെ തന്നെ വടശ്ശേരി തിരുമേനിക്ക് മുമ്പ് ദിവനാസു തിരുമേനിയുടെയും ഒക്കെ പുലിക്കോട്ടിൽ തിരുമേനിയുടെയും ഒക്കെ ആലോചനാ സമിതിയിലെ അംഗവുമായിരുന്നു അദ്ദേഹം. 1912 സെപ്റ്റംബർ 15 നമ്മൾ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചപ്പോൾ അതിന് മുൻകൈയെടുക്കുകയും അത് നിരണം വലിയ പള്ളിയിൽ വെച്ച് ആ ചടങ്ങ് നടത്താനുള്ള അതിനുള്ള വേദി ഒരുക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള ഇലഞ്ഞിക്കൽ ഇ.ജെ. ജോൺ വക്കീലിനെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റൊരു സേവനമാണ് നമ്മുടെ ബഥനി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ ബഥനി ആശ്രമത്തിന് വേണ്ടി പെരുന്നാട്ടിൽ 100 ഏക്കറോളം സ്ഥലം അദ്ദേഹം സംഭാവനയായിട്ട് നൽകുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ ബഥനി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അദ്ദേഹം സൗജന്യമായിട്ട് കൊടുത്ത ആ സ്ഥലത്താണ്. ഞാൻ വളരെ വേഗത്തിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. റാവു സാഹിബ് OM ചെറിയാൻ, അത് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സഭാ ഭരണഘടനയെക്കുറിച്ചുള്ള ആലോചനാ യോഗങ്ങളുടെ കൺവീനറായിട്ട്, ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്തത് റാവു സാഹിബ് OM ചെറിയാനെയാണ്. അദ്ദേഹം വലിയൊരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു, വലിയൊരു സാഹിത്യകാരനായിരുന്നു. അതിനൊക്കെ പുറമെ ഉജ്ജ്വല വാഗ്മിയുമായിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള വലിയ പ്രഭാഷകരിൽ ഒരാളാണ് OM ചെറിയാൻ. നമുക്ക് ഈ അടുത്ത കാലത്തുള്ള പ്രഭാഷകരെയൊക്കെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. സുകുമാർ അഴീക്കോട്, അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രസംഗകരെ കുറിച്ച്, ജി ശങ്കരക്കുറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രസംഗകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് അദ്ദേഹം 1944 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ 80ാമത്തെ ചരമദിനമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം കേരളത്തിലെ പ്രഗത്ഭരായ പ്രസംഗകരിൽ അക്കാലത്തെ വലിയ ജനശ്രദ്ധ നേടിയ ഒരു പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. ഇവിടെ ബഥനി പ്രസ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. മാർ യുവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ബഥനി പ്രസ്ഥാനം രൂപം കൊണ്ടത് OM ചെറിയാന്റെ ഒരു പ്രസംഗത്തിന്റെ ഫലമായിട്ടാണ്. അദ്ദേഹം പഴയ സെമിനാരിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഈ വനിതകൾ സഭയിലേക്ക് മുമ്പോട്ട് വരണമെന്നും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കുള്ളതുപോലെ തന്നെ കന്യാസ്ത്രീകൾ സഭയിൽ ഉണ്ടാകണമെന്നും മൊണാസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടതാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വലിയൊരു പ്രഭാഷണം അവിടെ ഒരു മീറ്റിംഗിൽ നടത്തുകയുണ്ടായി. അപ്പോൾ ആ മീറ്റിംഗിൽ അന്ന് അറ്റൻഡ് ചെയ്തിരുന്ന PT ഗീവർഗീസ് ചെമ്മാശൻ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് ഇങ്ങനെ ഉളക്കിക്കിടന്നു, ഈ ഒരു ആശയം. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു മെത്രാപ്പോലിത്ത ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ബഥനി പ്രസ്ഥാനം അത് ആരംഭിച്ചത്. പക്ഷെ പിന്നീട് നമുക്കറിയാം 1930കളിൽ അദ്ദേഹം മറ്റൊരു സഭയായിട്ട് അദ്ദേഹം സഭാംഗങ്ങളായ കുറെ ആളുകളെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മെത്രാപ്പോലിത്തായെയും കുറെ അച്ഛന്മാരെയും ഒക്കെ ആയിട്ട് മറ്റൊരു സഭയായിട്ട് അദ്ദേഹം മാറിപ്പോയി. പക്ഷെ ആ മാറിപ്പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആ ബഥനി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി പോകാനായിട്ട് തുടങ്ങിയ സമയത്ത് OM ചെറിയാൻ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഇതിനെതിരെ പ്രസംഗിച്ചു. അപ്പൊ മറ്റ് ആളുകളോടൊപ്പം തന്നെ OM ചെറിയാൻ നടത്തിയ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് അതിനെ റീത്ത് ഖണ്ഡന പ്രസംഗങ്ങൾ എന്നാണ് കാലത്ത് നമ്മൾ ചില ലേഖനങ്ങളിൽ വായിക്കുന്നത്. റീത്ത് ഖണ്ഡന പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളി കൺവെൻഷനിലും മറ്റ് കൺവെൻഷനുകളിലും ഒക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഒരുപാട് ആളുകളെ സഭയിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചു. KC മാമൻ മാപ്പിളയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമുക്ക് സഭാ
സഭയിലെ അൽമായരിലെ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ കെ.സി. മാമൻ മാപ്പിളയായിരിക്കും. മലയാള മനോരമയുടെ പത്രാധിപർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലും ഒക്കെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കെ.സി. മാമൻ മാപ്പിള. അദ്ദേഹം പത്രപ്രവർത്തകൻ, അതുപോലെ തന്നെ വ്യവസായി, സാമൂഹിക രാഷ്ട്രീയ ചിന്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ ഉള്ള വിവിധ നിലകളിൽ കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോട്ടയം സീമൻസ് കോളേജിലും അതുപോലെ തന്നെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഒക്കെ പഠിച്ച് പിന്നീട് കോട്ടയം MD സെമിനാരി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മാറി മനോരമയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയും മലയാള മനോരമയെ ആദ്യകാലത്ത് നമ്മൾ മലയാള മനോരമയുടെ ഓരോ പേജുകളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ഇത് ഒരു സഭയുടെ പ്രസിദ്ധീകരണമാണോ എന്നുള്ളൊരു സംശയം തോന്നും. ഞാൻ OM ചെറിയാനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയ സമയത്ത് മലയാള മനോരമയുടെ ആദ്യത്തെ ലക്കം മുതൽ 1944 വരെയുള്ള 44 OM ചെറിയാൻ കാലം അദ്ദേഹം അന്തരിച്ചു, അതുവരെയുള്ള ഓരോ പേജും കുത്തിയിരുന്ന് 3 മാസം എടുത്ത് ഞാൻ മറിച്ചു നോക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യകാലത്ത് ഒരു 1930 വരെ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് സഭാ സംബന്ധമായിട്ടുള്ള വാർത്തകളാണ്. അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റ് സഭകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് പ്രാധാന്യത്തോടുകൂടി ലേഖനങ്ങളുമൊക്കെ മനോരമയിൽ വരുന്നത്. എന്നാൽ പിന്നീട് കുറെ കഴിയുമ്പോൾ അത് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടുതലായിട്ട് വരികയും സഭാ വാർത്തകൾ അതിനാനുപാതികമായിട്ട് കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊരു കുറവായിട്ടല്ല, എല്ലാ സമൂഹത്തെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പത്രമായിട്ട് മനോരമ വളരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അത് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തതോടൊപ്പം സുറിയാനി സഭാ സംരക്ഷകൻ എന്ന് പറയുന്ന ഒരു മാസിക മലയാള മനോരമയോടൊപ്പം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അത് സഭാ സംബന്ധമായിട്ടുള്ള വാർത്തകളും പ്രത്യേകിച്ച് സഭയെ കേസിന്റെ സമയത്ത് പലതരത്തിലുള്ള കേസുകൾ സഭയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ നിരാശരാകാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം മനോരമയോടൊപ്പം തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു പത്രമാണ് ഈ സുറിയാനി സഭ സംരക്ഷകൻ എന്ന് പറയുന്നത്. മറ്റൊരാള് പ്രൊഫസർ AM വർക്കി, അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ ഒരു വലിയൊരു എക്യൂമിനിസ്റ്റുമായിരുന്നു അദ്ദേഹം. വിവിധ സഭകളുടെ പ്രാതിനിധ്യത്തോടുകൂടിയാണ് അദ്ദേഹം ആലുവ UC കോളേജ് അക്കാലത്ത് KC ചാക്കോയും AM വർക്കിയും അങ്ങനെയുള്ള നേതാക്കന്മാര് ഒരുമിച്ച് ചേർന്ന് ഒരു എക്യൂമെനിക്കൽ പ്രസ്ഥാനമായിട്ടാണ് ആലുവ UC കോളേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മദ്രാസ് സർവകലാശാലയിൽ നിന്നും MAയും അതുപോലെ തന്നെ LLBയും പാസ്സായി. ആദ്യം ഒരു വക്കീലായിട്ടാണ് അദ്ദേഹം ജോലിയിൽ ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തേക്ക് ഹൈസ്കൂൾ അധ്യാപകനായി, പിന്നീട് UC കോളേജിന്റെ പ്രിൻസിപ്പലായി. ഒരുപാട് വർഷം, 10-20 വർഷത്തോളം UC കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം കുറച്ചുനാള് സഭയുടെ ഒരു ഓണററി സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയുണ്ടായി. ആ സമയത്താണ് നമ്മുടെ മലങ്കര സഭ മാസിക ആരംഭിക്കുന്നത്. 1946 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പ് മലങ്കര സഭ മാസിക ആരംഭിക്കാനായിട്ട് ഉള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് പ്രൊഫസർ AM വർക്കിയാണ്. അദ്ദേഹവും വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സഭകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും ഒക്കെയുള്ള എക്യൂമെനിക്കൽ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിത്വമാണ്. മറ്റൊരാള് P. ജേക്കബ് കുര്യൻ, മാവേലിക്കരക്കാരനായ ജേക്കബ് കുര്യൻ. അദ്ദേഹത്തെ പത്രാധിപർ ജേക്കബ് കുര്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്.
അദ്ദേഹം സഭയ്ക്കും അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ വളർച്ചയ്ക്കും മികച്ച സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, അതുപോലെ തന്നെ ഒരു ഉജ്ജ്വല വാഗ്മിയുമായിരുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ട് വളരെ കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാലത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന പല പത്രങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായ നിലയിൽ 1914 ആരംഭിച്ച ഒരു പത്രമാണ് കേരളാഭിമാനി എന്ന് പറയുന്ന പത്രം. അത് തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി വാദിക്കുന്ന ഒരു പ്രസിദ്ധീകരണം എന്നുള്ള നിലയിൽ ഈ കേരളാഭിമാനി എന്ന് പറയുന്ന പത്രം വളരെ പ്രശസ്തമായിരുന്നു അക്കാലത്ത്. അതിന്റെ പത്രാധിപർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ പത്രാധിപർ ജേക്കബ് കുര്യൻ എന്ന് പിന്നീട് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അക്കാലത്ത് ക്രൈസ്തവർ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് കേരള ക്രൈസ്തവ സേവക സമിതി എന്ന് പറയുന്നത്. അത് ജാതി മതഭേദമന്യേ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കേരള ക്രൈസ്തവ സേവക സമിതി. 1929 സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അതിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ ഒരു മുഖപത്രമായിട്ട് കേരള സേവകൻ എന്ന് പറയുന്ന ഒരു പത്രം EP ജേക്കബ് കുര്യൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ തന്നെ സിറിയൻ ക്രിസ്ത്യൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രധാന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ സാമൂഹിക രാഷ്ട്രീയ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിച്ച സിറിയൻ ക്രിസ്ത്യൻ കോൺഫറൻസ്, അതിന്റെയും അധ്യക്ഷനായിട്ട് അദ്ദേഹം വലിയ സേവനങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ്. മറ്റൊരാളാണ് MA ചാക്കോ. മഴുവഞ്ചേരിൽ കൊച്ചി രാജ്യത്തെ MA ചാക്കോ. MA ചാക്കോ സാറിന്റെ ജീവചരിത്രത്തിന് പേരിട്ടിരിക്കുന്നത് നസ്രാണി സിംഹം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നസ്രാണി സിംഹം. അപ്പൊ അദ്ദേഹം കൊച്ചി രാജ്യത്ത് അവിടുത്തെ പോലീസ് സൂപ്രണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സർക്കാരിന്റെ പല ഉന്നത മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കൃഷി വകുപ്പിന്റെ ഡയറക്ടറായിരുന്നു, വ്യവസായ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസ് കമ്മീഷണറായിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പോലീസ് കമ്മീഷണറായിരുന്ന സമയത്ത് നമ്മുടെ സഭയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും, കൊച്ചി രാജ്യത്ത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സേവനം സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും പക്ഷപാതപരമായിട്ടുള്ള സേവനമല്ല. യഥാർത്ഥത്തിൽ സഭയ്ക്ക് നിയമപരമായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും, അല്ലെങ്കിൽ സഭ നിയമപരമായി അവിടെ ലഭിക്കേണ്ട പല കാര്യങ്ങളും അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കമ്മീഷണറായിട്ട്, പോലീസ് കമ്മീഷണർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ പള്ളി പ്രതിപുരുഷനായിട്ട് പങ്കെടുക്കുകയും പിന്നീട് മാനേജിംഗ് കമ്മിറ്റി അംഗമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഈ പരുമല സെമിനാരിയുടെ വരുമാനം സഭയുടെ തെക്കൻ പ്രദേശത്തുള്ള സ്കൂളുകളുടെ നടത്തിപ്പിന് മാത്രമായി പരിമിതപ്പെടുത്താതെ വടക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രയോജനപ്പെടുത്തണം. അതുപോലെ സഭയ്ക്കുള്ളിലെ ആ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് അന്നും ഇന്നും ഒക്കെ പരുമല സെമിനാരിയിൽ സഭാംഗങ്ങൾ കൊണ്ടിടുന്ന നേർച്ചയാണ്. അപ്പൊ അത് അന്നൊക്കെ ഈ തെക്കൻ ഭാഗത്തുള്ള സ്കൂളുകളിൽ, സഭയ്ക്ക് ധാരാളം സ്കൂളുകൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് പുലിക്കോട്ടിൽ തിരുമേനിയും വടശ്ശേരി തിരുമേനിയും ഒക്കെ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിൽ വളരെ ഉത്സാഹം കാട്ടിയിരുന്നു. അപ്പൊ ഈ തെക്ക് ഭാഗത്തുള്ള സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ഈ പരുമലയിലെ നേർച്ച ആയിട്ട് വീഴുന്ന പണം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു
എന്നുള്ളൊരു പരാതി വടക്കർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ തെക്കരെ വടക്കരെ എന്നൊക്കെയുള്ളൊരു ചിന്ത അന്ന് വളരെ രൂക്ഷമായിരുന്നു, ഇന്നും അതുണ്ട്. അപ്പോൾ വടക്ക് ഭാഗത്തുള്ള സ്കൂളുകളിലും സഭയുടെ പ്രവർത്തനത്തിനുമൊക്കെ ഈ ഫണ്ട് കിട്ടണം, ന്യായമായ ഫണ്ട് കിട്ടണം എന്നൊക്കെയുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും സഭയ്ക്ക് ഒരു സുസ്ഥിരമായ അടിത്തറ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ സഭാപരം മാത്രമല്ല, നിയമപരവും രാഷ്ട്രീയവുമായ മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. പരിശുദ്ധ അബ്ദുള്ള പാത്രിക്കീസ് ഉൾപ്പെട്ട കരിങ്ങാച്ചിറപ്പള്ളി വ്യവഹാരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സഭാകാര്യങ്ങളും രാജ്യഭരണവും തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലിനെ വ്യക്തമാക്കുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തെ തിരുവിതാംകൂറിൽ നിന്നും അന്നത്തെ ദിവാൻ CP രാമസ്വാമി അയ്യർക്ക് മുമ്പാണ്, ദിവാന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ദിവാനെ വിമർശിച്ചു എന്നുള്ള പേരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തി. പക്ഷേ ഈ നാടുകടത്തിയ സമയത്ത് നമ്മുടെ പുലിക്കോട്ടിലെ ഒരു ജോസഫ് ചെമ്മാച്ചൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് അഭയം കൊടുത്തു. പക്ഷെ ഇത് പിന്നീട് വലിയൊരു വിവാദമായിട്ട് മാറിയ സമയത്ത് MA ചാക്കോ ഇടപെടുകയും അദ്ദേഹത്തെ വേറെ ഒരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സഭയെന്നുള്ള നിലയിൽ ആ ഒരു സംഭവത്തെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ രാജഭരണം അല്ലെങ്കിൽ ആ സർക്കാരുകൾക്ക് സഭയോടുള്ള സമീപനത്തിൽ വ്യത്യാസം വരും എന്ന് ഉള്ള ഒരു കാരണം കൊണ്ട് അദ്ദേഹം പുലിക്കോട്ടിൽ ജോസഫ് ചെമ്മാച്ചനോട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ മറ്റ് എവിടെയെങ്കിലും താമസിപ്പിക്കുന്നതാണ് ഉചിതം. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് പാലക്കാട്ട് അദ്ദേഹം പോയി താമസിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എങ്കിലും സഭയിൽ എറണാകുളത്തും തൃശ്ശൂരും വടക്കാഞ്ചേരിയിലുമൊക്കെ ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹം ചരമമടയുന്നത് തന്നെ സഭയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. കോട്ടയത്തെ പഴയ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് സമുദായ കേസിൽ സാക്ഷി വിസ്താരത്തിൽ പങ്കെടുക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ദിവസം രാവിലെ സെമിനാരിയിൽ നിന്ന് കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും പിന്നീട് അന്തരിക്കുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ KC ചാക്കോ, അദ്ദേഹവും കണ്ടത്തിൽ കുടുംബാംഗമാണ്. KC ചാക്കോ മാവൻ മാപ്പിളയുടെ ഇളയ സഹോദരൻ, വിദ്യാഭ്യാസ പ്രവർത്തകനും ആത്മീയാചാര്യനും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളുടെ പ്രാരംഭകനുമായിരുന്ന KC ചാക്കോ, അദ്ദേഹം സഭാ സമാധാനത്തിന് വേണ്ടി നിർണായകമായ നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ ആലുവ UC കോളേജിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അതുപോലെ അവിടെ തന്നെ ഫെലോഷിപ്പ് ഹൗസ് എന്ന് പറയുന്ന വിവിധ സഭാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളും ഒക്കെ നടത്തുന്ന ഫെലോഷിപ്പ് ഹൗസ്, അതിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. വേൾഡ് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ കോൺഫറൻസ്, WSCF എന്ന് പറയുന്ന വേൾഡ് സ്റ്റുഡന്റ് ക്രിസ്ത്യൻ കോൺഫറൻസിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. YMCAയിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ സഭയുടെ ആലുവ വട്ടവേശ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു ഉത്സാഹത്തിലാണ് ഈ ആലുവയിലെ വട്ടമേശ സമ്മേളനം. സഭാ കേസിന്റെ പാരമ്യതയിൽ സമ്മേളനം നടക്കാനായിട്ട് ഒരു മുഖാന്തരമായത് അദ്ദേഹമാണ്. മറ്റൊരാള് കുന്നംകുളം സ്വദേശിയായ റാവു സാഹിബ് ഡോക്ടർ വർഗീസ് ചീരൻ. അദ്ദേഹം സഭയുടെ ഈ 1934 ഭരണഘടനയുടെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിൽ തന്നെയും അക്കാലത്തെ ഒരു വളരെ പ്രമുഖനായ ഒരു അലമായ നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് റാവു സാഹിബ് ഡോക്ടർ വർഗീസ് ചീരൻ. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു.
ഒരു ഭിഷഗ്വരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർജൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്നുള്ള നിലയിലും ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിലും ഒക്കെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മദ്രാസിലായിരുന്ന സമയത്താണ് അബ്ദുള്ള പാത്തർ കേസ് കേരളത്തിൽ സന്ദർശനം നടത്തുന്നത്. അപ്പം അന്ന് അബ്ദുള്ള പാത്തർ കേസിനെ സ്വീകരിക്കാനായിട്ട് പോയ കൂട്ടത്തിൽ അദ്ദേഹവുമുണ്ട്, ഡോക്ടർ ചീരനുമുണ്ട്. ഡോക്ടർ ചീരനെ അബ്ദുള്ള പാത്തർ കേസ് പ്രത്യേകം ഒരു പതക്കമൊക്കെ നൽകി ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു. മാത്രവുമല്ല, MP പത്രോസ് ശമാശനോടൊപ്പം ശ്രീബാദാസ സമൂഹം രൂപീകരിക്കുന്നതിൽ ഈ റാവു സാഹിബ്, ഡോക്ടർ വർഗീസ് ചീരൻ അദ്ദേഹം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സഭാ നേതാക്കന്മാരെ നമുക്ക് അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് ഇവിടെ ജോയ്സും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്ന വലിയൊരു ലിസ്റ്റ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയുണ്ടായി. അതിലെല്ലാവരെയും ഒന്നും കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. ക്രമേണ നമുക്ക് ഓരോ അംഗങ്ങളെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതനുസരിച്ച് അവരെയൊക്കെ സ്മരിക്കാനും അവരുടെയൊക്കെ സംഭാവനകൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയാണ് എനിക്കുള്ളത്. അതുമാത്രമല്ല, അക്കാലത്ത് ഉണ്ടായിരുന്ന മറ്റ് പേരുകൾ കിട്ടിയിട്ടുള്ള പലരുടെയും വിവരങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സപ്ലിമെന്റിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതിൽ പറയുന്ന ആളുകൾ മാത്രമല്ല, പിന്നീട് സഭയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തികളുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന CM സ്റ്റീഫൻ, അതുപോലെ തന്നെ പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഡോക്ടർ PC അലക്സാണ്ടർ ഉണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തും മറ്റ് സാമൂഹ്യ രംഗത്തുമൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും അതേസമയം സഭയ്ക്ക് വേണ്ടി അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ അൽമായവേദി അനുസ്മരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി.